കളിയടയ്ക്ക മിക്സ്ഡ് ഫ്രൂട്ട് പായസം. അത് കളിയടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന് നമ്മൾ ഇല യൂസ് ചെയ്യുന്ന ഒരു ചിപ്സ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കളിയടയ്ക്ക, കിസ്മിസ്, കറുത്ത മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, പിന്നെ ഈന്തപ്പഴം നുറുക്കിയത്, ഏത്തപ്പഴം നുറുക്കിയത്, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമായിരിക്കണം, പിന്നെ മാമ്പഴം നുറുക്കിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറുപയർ പരിപ്പും ചൗരിയും കൂടെ മിക്സാക്കിയത്, ശർക്കരയും കരിപ്പട്ടിയും കൂടെ പൊടിച്ച് വെച്ച പൊടി, പിന്നെ നുറുക്കിയ കശുവണ്ടി, ഇച്ചിരി പഞ്ചസാര, മിൽക്ക് മെയ്ഡും ഒന്നാം പാലൂടെ മിക്സ് ചെയ്തത്, പിന്നെ നമ്മുടെ രണ്ടാം പാൽ തേങ്ങയുടെ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാവേ. ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ എണ്ണയൊന്ന് ചൂടാകാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഞാനിത് ഒഴിച്ചിരിക്കുന്നത്. കളിയടയ്ക്ക തയ്യാറാക്കിയത് തലേ ദിവസം നമ്മൾ വെച്ചിരിക്കുന്ന പുഴുക്കലരി തലേ ദിവസം നമ്മൾ ഇത് കുതിർത്ത് വെക്കണം കുറച്ച് വെള്ളത്തിലിട്ടിട്ട്. ആ അരി പിറ്റേ ദിവസം ഒന്ന് ചെറുതായിട്ട് വെള്ളം തോർത്തിയെടുക്കുക. പിന്നെ തേങ്ങ ചിരകിയത്, കുറച്ച് പഞ്ചസാര, കുറച്ച് ജീരകം, ഒരു സ്വല്പം പൊടി, ഒരു നുള്ളുപ്പ്, നമ്മുടെ ഈ ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലൊന്ന് ഇതാക്കിയെടുക്കുക. ഇങ്ങനെ എന്നിട്ടത് തിളച്ച നമ്മുടെ എണ്ണയും നെയ്യും കൂടെ തിളച്ചതിലോട്ട് നമ്മളിട്ടത് ഫ്രൈ ആക്കി എടുക്കണേ. ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി കട്ടിയാകരുത് പായസത്തിനിടാനുള്ള കളിയടയ്ക്ക. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള കളിയടയ്ക്ക തയ്യാറായിട്ടുണ്ട്. അന്നേരം ഞാൻ അടുത്തത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ കുക്കറിലോട്ടൊന്ന് വെക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് മൂന്നാം പാലിലാണ് വേവിക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ രണ്ടാം പാൽ എടുത്തുകൊണ്ട് ഇതാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് വെക്കുക. കുക്കർ അടയ്ക്കുക. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ഈ കറുത്ത മുന്തിരിങ്ങയുണ്ട് ഇടുന്നത്, നുറുക്കിയ കുറേ കശുവണ്ടിയാണ്. നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് കിസ്മിസ്. ഇതുകൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഞാനിത് ഫ്രൈ ആയത് മാറ്റി വെക്കുക. തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്ത് നമ്മളിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ഫ്രൂട്ട്സ്, അരിഞ്ഞ മാമ്പഴം, പിന്നെ ഡേറ്റ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ്സും കൂടെ നമ്മളിടുക. നമ്മുടെ പഴങ്ങളെല്ലാം വെന്തുടഞ്ഞ് അതിൻ്റെ അത് ചേരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ കിസ്മിസും നട്ട്സും നമുക്കിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊടുത്തേക്കാവേ, ശർക്കര. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കുറച്ച് ശർക്കര, ആ ചക്കര മിക്സില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് രണ്ടാം പാലൂടെ നമുക്കിത് ആഡ് ചെയ്യും. നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കളിയടയ്ക്ക കുറച്ച് നമ്മളിങ്ങനെ പൊട്ടിച്ച് അങ്ങ് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആവണം. എന്നിട്ട് നമ്മൾ കുറച്ച് കൊത്തിയിടാൻ പകുതിയും കൂടെ എടുത്ത് ഇതിലേക്ക് കൊടുക്കുക. എന്നിട്ട് രണ്ടാം പാല് ഇട്ട് കൊടുക്കുക. കുറച്ച് തിളയ്ക്കുക ചെറുതായിട്ട്. പായസം ഒത്തിരി തിളച്ച് തൂവരുത്, ചെറുതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് ലാസ്റ്റ് ഇത് ഓഫാക്കി, അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒന്നാം പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒഴിച്ചിരിക്കുന്നത് ഈ പായസത്തിലേക്ക്. ഹായ് മാം. യെസ്, ഞങ്ങൾ വീണ്ടും എത്തി. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവണം അല്ലേ? കളിയടയ്ക്ക ബാക്കിയുണ്ട്. കളിയടയ്ക്ക പായസമാണ്. നൈസ്. ഇത് പായസത്തിൽ കടന്ന് കുതിരുമല്ലേ? കുറച്ച് കുതിരാൻ നമ്മൾ പായസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 1-2 കളികളൊക്കെ ആയിട്ട് പായസം സ്ട്രോങ് ആക്കി വെക്കാം. അടിപൊളി. കഴിഞ്ഞു. ഇനിയിപ്പം ഒന്ന് ഗാർണിഷിങ്ങേ ഉള്ളൂ. നമ്മുടെ പായസം ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്തൊന്ന് മാറ്റി വെക്കുക അടുപ്പിൽ നിന്ന്.